കണ്ണൂർ എന്ന് പറയുമ്പോൾ പലർക്കും പലതാ തോന്നുക. ചിലർക്ക് കണ്ണൂർ കോട്ട തോന്നും, ചിലർക്ക് എന്താ പറയുക രാഷ്ട്രീയ അക്രമങ്ങൾ തോന്നാം. പിന്നെ ചില ആളുകളെ നമ്മൾ ഓർമ്മിക്കാം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലടക്കം വലിയ സ്ഥാനം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂർ നഗരസഭാ പ്രദേശം താരതമ്യേന കണ്ണൂരിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു UDF അനുകൂല പ്രദേശമായാണ് അറിയപ്പെടുന്നത്. LDF അവിടെ ഇലക്ഷൻ ജയിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും കണ്ണൂർ നഗരസഭ UDFന് മേൽക്കൈയുള്ളതാണ്. കഴിഞ്ഞ നഗരസഭയ്ക്ക് മുമ്പ്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഇപ്പോൾ ഉള്ളതിന് മുമ്പുള്ള നഗരസഭയിൽ അവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി റബലായി നിൽക്കുകയും ആ റബലിനെ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഡെപ്യൂട്ടി മേയറൊക്കെയായി. ആ അർത്ഥത്തിൽ അത് വലിയ പ്രശ്നം UDFന് സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDFന്റെ തലവേദന റബലുകൾ തന്നെയായിരുന്നു. കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്ത ആളുകൾ അവരുടെ എന്താ പറയുക ആഗ്രഹം കൊണ്ട് ഒന്നൊരു റബലാവും, ചിലപ്പോൾ എതിർ സ്ഥാനാർത്ഥിയാവും. ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്ന സാധാരണ സ്വഭാവമാണ്. സീറ്റ് കിട്ടാത്ത നേരെ എതിർവശത്ത് പോയി നിന്നിട്ട് ഇന്നലെ പറഞ്ഞതിനൊക്കെ നേരെ വിപരീതം പറയും. നല്ല കാര്യം, ജനങ്ങൾ പോകട്ടെ. കണ്ണൂര് ഈ പറഞ്ഞ നേരത്തെ മറ്റു മണ്ഡലങ്ങളിലും മറ്റു നഗരസഭകളിലൊക്കെ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തോട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളുടെ തലസ്ഥാനമായ കണ്ണൂരിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. നഗരസഭ UDF ആണ് ഭരിച്ചിരുന്നുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. ഇതെല്ലാം ഇതിൽ ഘടകമാവും. പക്ഷെ അത് പറയുമ്പോഴും ഒരു മേൽക്കൈ UDFനുണ്ടെന്ന് പറയാൻ കാരണം ചരിത്രമാണ്. സംഘടനാപരമായ എല്ലാ ശേഷികളും CPMനുള്ളത് കൊണ്ടാണ് അവരവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ള നഗരസഭയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയും അവിടെ വലിയൊരു ഷോ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അതിനുള്ള സാഹചര്യം BJPക്ക് അവിടെ ഇല്ല. ചില സീറ്റുകളൊക്കെ അവർ പിടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ LDFും UDFും തമ്മിലുള്ള മത്സരമായിരിക്കും. അഡ്വാൻറ്റേജ് UDF എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം.